മത്സ്യബന്ധനം നിലച്ചതോടെ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കാൻ പെടാപ്പാട് പെടുകയാണ്. ഹാർബറിനോട് ചേർന്ന കടകൾ പൂട്ടിയിരിക്കുന്നു. ടാക്സി ഓടുന്നവരുടെ വരുമാനം നിലച്ചിരിക്കുന്നു. 2 ആഴ്ചയായി പിടിച്ചിട്ടിരിക്കുന്ന ബോട്ടുകൾ തകരാറിലാകാനും തുടങ്ങി. കാണാം ദ ബിഗസ്റ്റ്. 2 ആഴ്ചയായി ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ് മുതലപ്പുഴയിലെ 100 കണക്കിന് ബോട്ടുകൾ. ഈ ബോട്ടുകൾ വഴി മത്സ്യബന്ധനം നടത്തുന്ന 100 കണക്കിന് കുടുംബങ്ങളാണ് ഇപ്പോൾ ദുരിത ജീവിതം പേറുന്നത്. വെള്ളം കയറി ബോട്ടുകൾ തകരാറിലാകുമെന്ന ആശങ്ക കൂടി ഇപ്പോൾ ഉണ്ടാവുകയാണ്. ഇരുപതിനായിരോളം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഏക ആശ്രയമാണ് മുതലപ്പുഴ വഴിയുള്ള മത്സ്യബന്ധനം. ഇന്ന് ആർക്കും പണിയില്ല. പിടിച്ചിട്ടിരിക്കുന്നത് 177ഓളം വലിയ വള്ളങ്ങൾ. ഈ വള്ളങ്ങൾ ഇങ്ങനെ കിടന്നാൽ തന്നെ ഞങ്ങൾക്ക് ചിലവാണ്. ഓരോ സാധനങ്ങൾ വർക്ക് ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഒരെണ്ണം വർക്കാവായിരുന്നാൽ അത് പിന്നെ അത് കേടാണ്. പിന്നെ അത് ചിലവാക്കണമെങ്കിൽ ലക്ഷങ്ങൾ വേണം. സ്റ്റാർട്ടായില്ലെങ്കിൽ അത് ഓടിയില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ എഞ്ചിന് കംപ്ലയിൻറ്റ് വരും. പിന്നെ അതിൽ കക്ക പിടിക്കും. 14 ദിവസമായി പൊഴി മുറിക്കുന്നില്ല. ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നു. മത്സ്യത്തൊഴിലാളിയൊക്കെ ജോലിക്ക് പോകാൻ വയ്യാതെ കിടക്കുക. ഞങ്ങൾ താങ്ങുവരെ വെള്ളമൊക്കെ അതിനകത്താണ്. അതുകൊണ്ട് പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ഞങ്ങൾ ആ പട്ടണിയിലൊക്കെയാണ്. ഹാർബർ അടച്ചതോടെ അവിടെയുണ്ടായിരുന്ന 20ഓളം കടകൾ പൂട്ടി. ലോറിയിൽ മീൻ കൊണ്ടുപോയിരുന്നവരുടെ പണിയും ഇല്ലാതായി. ഹാർബറിന് മുന്നിലെ ടാക്സി ഡ്രൈവർമാർ ഓട്ടവും നിലച്ചു. ടോൾ പിരിവ് മുടങ്ങിയതോടെ ആ ജീവനക്കാരും ജോലിയില്ലാത്തവരായി. നൂറുകണക്കിന് കുടുംബങ്ങൾ ഇന്ന് പട്ടിണിയിലാണ്. ഏതവസ്ഥയിലും എന്തും സംഭവിക്കാമെന്നുള്ള നിലയിലാണ് ഇപ്പോഴത്തെ പോക്ക്. ഇതൊന്നും കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഇതൊന്നും കാണാത്ത നിലയിലാണ് പോകുന്നത്. ഇവരുടെ ഭക്ഷണം എങ്ങനെയാണ്, ഇവർ ജീവിക്കുന്നത് എങ്ങനെയാണ്, ഇവരുടെ കുടുംബങ്ങൾ എങ്ങനെയാണ്? ഒരു ദിവസം 2 ദിവസം നിങ്ങൾക്ക് വെള്ളം കുടിച്ച് കിടക്കാം, 3-ാമത്തെ ദിവസം കിടക്കും. ഈ കുട്ടികളൊക്കെ എങ്ങനെ കിടക്കുമെന്ന് വിചാരിക്കും. ഈ നിൽക്കുന്ന ചെറിയ കുട്ടികൾ. ഇതാണ് ഇവിടുത്തെ ദുരന്താവസ്ഥകൾ. മഴക്കാലത്തിന് മുമ്പ് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രധാനമായും വരുമാനം ലഭിക്കുന്ന സമയമാണിപ്പോൾ. എന്നിട്ടും മുതലപ്പുഴക്കാരുടെ ജീവിതം മറ്റൊന്നാണ്. ഞങ്ങൾ ഈ മത്സ്യം ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു പാങ്ങുമില്ല ജീവിക്കാൻ. ഇത് മുതൽ അത് മണ്ണ് തോണ്ടി കല്ലെടുത്ത് മാറ്റി തരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അത് ചെയ്തിട്ടില്ല. അപ്പം പിന്നെ ഞങ്ങൾ ഇന്നേ അവിടെ സമരം എടുക്കുന്നതല്ല. അത് അവർ വരുന്നത് നാളെ ചെയ്യും, മറ്റന്നാൾ ചെയ്യും. ഈ മണ്ണെടുത്തുകൊണ്ട് മാറി തീരുമ്പോഴത്തേക്ക് ഈ ഇപ്പോഴത്തന്നെ വെള്ളപ്പൊക്കം കൊണ്ടായി വീടുകൾ ഏതാണ്ട് അക്കരെ വരെയുള്ള വീടുകളെല്ലാം നശിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ ഈ മണ്ണെടുക്കാതെ ഇരുന്നാൽ ഏത് പാടായിരിക്കും. മണ്ണും എടുത്ത് കല്ലും എടുത്ത് മാറ്റുമെങ്കിലേ മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്നും ജീവിക്കാൻ പറ്റത്തുള്ളൂ. മുതലപ്പുഴയിൽ എല്ലാ കാലത്തും ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരുകളുടെ നിസ്സംഗത കാണാം. മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിക്കുമ്പോൾ മാത്രം നടപടി ഉണ്ടാകുന്നു എന്നതാണ് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതവും. മുതലപ്പുഴയിൽ നിന്ന് രതീഷ് കട്ടേലയ്ക്കൊപ്പം അർജുൻ രാജ്, ന്യൂസ് മലയാളം.